നമുക്കൊരു ബാപ്റ്റിസത്തിൻ്റെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ ഇത് വന്നിട്ട് ആൺകുട്ടിയുടെയാണ്. നമ്മളൊരു നിക്കറും ഒരു ടോപ്പും ആയിട്ടാണ് ചെയ്തേക്കണത്. റോ കോട്ടനാണ് കേട്ടോ തുണി വന്നേക്കണത്. നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു സാധാരണ നിക്കർ തയ്ച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഉടുപ്പ്. റോ കോട്ടൺ തന്നെയാണ് തുണി വന്നേക്കണത്. വന്നിട്ടൊരു ക്രീം കളറാണ്, ക്രീമല്ല ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് പേരൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ ചെയ്തേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കാന്താ സ്റ്റിച്ച് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ കുറച്ച് പിൻടക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊച്ചിൻ്റെ പേര് സക്കേൽ എന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു ബാൻഡ് പോലെ കൊടുത്തിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലേസുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പീറ്റർ പാൻ കോളറാണ് ചെയ്തേക്കണത്. ബാക്കിൽ നമ്മളൊരു ചെറിയ സിബും കൊടുത്തിട്ടുണ്ട്. ഇതൊരു റോംബർ സ്റ്റൈലിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കണം. നമ്മൾ ആളൊന്നും വന്ന് കണ്ടിട്ട് പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് നമുക്ക് ഈ പേരിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കാന്താ സ്റ്റിച്ച് കൊടുക്കാനും അതുപോലെ കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ ഞാൻ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഇതഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്രീം കളർ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ബോർഡർ പോലെ പൈപ്പിങ്ങും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഇത് ഫിനിഷ് ചെയ്ത് കൊടുത്തത്. കാണുമ്പോൾ ഉടുപ്പ് ചെറുതാണെങ്കിലും നമ്മൾ ഒരുപാട് സമയം ഇരുന്നിട്ടാണ് കേട്ടോ ഈ ഉടുപ്പ് ഫിനിഷ് ചെയ്തത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ ഇതുള്ള ഉടുപ്പുകൾ ആദ്യമായിട്ട് ചെയ്യണോണ്ടായിരിക്കും. നമ്മുടെ കോളറിൻ്റെ താഴെയായിട്ട് നമ്മളൊരു ചെറിയ ബോ കൊടുക്കുന്നുണ്ട്. അതേ കളർ വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഇതിനകത്ത് പൈപ്പിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കൈയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഒക്കെ. അപ്പോൾ നമ്മൾ അത് അഴിച്ചിട്ട് രണ്ടാമത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടുപ്പ് ഇങ്ങനെയാണ് കേട്ടോ. ഉടുപ്പ് മാത്രമല്ലായിരുന്നു കേട്ടോ, നമുക്ക് 2 സോക്സ് ഉണ്ടായിരുന്നു, അതുകൂടാതെ ഷൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇത് നമ്മളൊരു കുഞ്ഞു തൊപ്പി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാലിടുന്ന ഷൂവും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷൂ ഒക്കെ ഇത്തിരി വലുതായി പോയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത്രയും വലിയ കാലല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി അടിച്ചിട്ടൊക്കെയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ശരിക്കുള്ള ലുക്ക്. SKL എന്ന് പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊപ്പിയും ഷൂവും. അപ്പോൾ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ.